A+Rooമിലേക്ക് സ്വാഗതം. ഇപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികളെ പുതിയതായിട്ട് സ്കൂളിൽ ചേർക്കുന്ന സമയമാണ്. സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് ഏതൊരു രക്ഷകർത്താക്കളും കൃത്യമായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പങ്കുവെക്കുന്നത്. നിരവധി ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു വിഷയമാണ് ഇത്. അതുകൊണ്ട് ചില മുൻകരുതലുകൾ നിങ്ങൾ ഇക്കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ നിശ്ചയമായും ഭാവിയിൽ ആ കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും നിങ്ങളുടെ ബുദ്ധിമുട്ടും ഒഴിവാകാം. പലപ്പോഴും മാതാപിതാക്കൾ കാണിക്കുന്ന ചില അപാകതകൾ അല്ലെങ്കിൽ വീഴ്ചകൾ അവരുടെ മക്കളുടെ ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. വിദേശത്ത് പോകാനായിട്ട് പാസ്പോർട്ട് എടുക്കുമ്പോഴോ വിദേശത്ത് പോകുന്നതിന് വേണ്ടിയുള്ള അഡ്മിഷൻ തരപ്പെടുത്തുമ്പോഴോ ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യേണ്ടി വരുമ്പോഴോ പബ്ലിക് സർവീസ് കമ്മീഷനിലെ ജോലിക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ നൽകുമ്പോഴോ ഒക്കെ തന്നെ ഈ മാതാപിതാക്കൾ ഈ കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ ചില കാര്യങ്ങൾ അവരുടെ അപേക്ഷാ ഫോറമിൽ എഴുതി കൊടുക്കുന്നതിൻ്റെ തെറ്റാണ് അവരെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് തള്ളിവിടുന്നത്. അത് ഈ സാക്ഷര കേരളത്തിലും പല പേരൻസും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയാതെ വയ്യ. എൻ്റെ കൺസൾട്ടേഷന് വരുന്നതിൽ പല ആളുകൾക്കും ഇത്തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. കാരണം അത് പരിഹരിക്കാനുള്ള ഉപദേശം തേടിയാണ് അവർ വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും ആധികാരികവുമായും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതിൽ ഈ അപേക്ഷാ ഫോറം പൂരിപ്പിക്കുമ്പോൾ നിങ്ങൾ കുട്ടിയുടെ പേര് നമ്മൾ എഴുതേണ്ടി വരും. അപ്പോൾ അതിനു മുമ്പ് നമ്മളിപ്പോൾ 1-ാം ക്ലാസ്സിൽ ചേർക്കുന്നു അല്ലെങ്കിൽ 5-ാം ക്ലാസ്സിൽ ചേർക്കുന്നു. അപ്പോൾ നമ്മൾ ഈ അപേക്ഷാ ഫോറം സ്കൂളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ആ സ്കൂളിൽ അപേക്ഷാ ഫോറത്തിൽ കോളം പല സ്കൂളിലും വ്യത്യസ്തമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ പേര് എഴുതുന്ന കോളത്തിൽ കുട്ടിയുടെ പേര് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരു സ്പെല്ലിങ് പോലും തെറ്റ് വരാതെ നിങ്ങൾ എഴുതി ചേർക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് ഈ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന സമയം നിങ്ങൾ കുട്ടിയുടെ പേര് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേര് തന്നെയാണ് നിങ്ങൾ ഇനിയും ആ കുട്ടിക്ക് തുടരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പേര് നിങ്ങൾ ഈ അപേക്ഷാ ഫോറത്തിൽ കൃത്യമായും എഴുതി കൊടുക്കണം. ഇനി പേര് നിങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ പേര് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഈ അപേക്ഷാ ഫോറത്തിൽ എഴുതി കൊടുക്കാം. എഴുതുമ്പോൾ മലയാളത്തിൽ അക്ഷരങ്ങൾ തെറ്റരുത്. 2, കുട്ടിയുടെ പേര് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അവിടെയും അക്ഷരത്തെറ്റ് വരരുത്. ഞാൻ 3 വട്ടം ആവർത്തിച്ച് നിങ്ങളോട് പറയുകയാണ്, കുട്ടിയുടെ പേര്, കുട്ടിയുടെ സ്പെല്ലിംഗ്, കുട്ടിയുടെ ഇനിഷ്യൽ ഇതെല്ലാം കൃത്യമായും നിങ്ങൾ അതിനകത്ത് എഴുതണം. ഇനിഷ്യൽ ഇല്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. നിങ്ങൾക്ക് ഇനിഷ്യൽ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. പല വിദേശത്ത് പഠിക്കാൻ പോകുമ്പോഴൊക്കെ തന്നെ കുട്ടിയുടെ പേരും പിതാവിൻ്റെ പേരും കൂടെ ചേർത്തിട്ടാണ് പലപ്പോഴും അവരുടെ അത്തരത്തിലുള്ള പ്രോസസ്സുകൾ നടക്കുന്നത് എന്നുള്ളതും ഓർത്തിരിക്കുക. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങളുടെ പേര് എഴുതുമ്പോഴാണ്. രക്ഷകർത്താവിൻ്റെ പേര് എഴുതും, പിതാവിൻ്റെ പേര്, മാതാവിൻ്റെ പേര്. അങ്ങനെ എഴുതേണ്ട കോളത്തിനകത്ത് നിങ്ങളുടെ പേര് നിങ്ങളുടെ ആധാർ കാർഡിലുള്ളതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ SSLC ബുക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ പേര് പിന്നീട് ഈ കുട്ടിയുടെ മറ്റ് പല കാര്യത്തിനും ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഈ രേഖകളും ആ രേഖയും തമ്മിൽ വ്യത്യാസപ്പെടരുത്. അത് വ്യക്തമായും നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ശരിയായ പേരുകൾ ഈ പറഞ്ഞ രേഖകളിലൊക്കെ തെറ്റാണെങ്കിൽ ആദ്യം അത് തിരുത്തിയെടുക്കണം. അതൊക്കെ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ സ്കൂളിൽ ചേർക്കുമ്പോൾ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേരൊക്കെ വ്യക്തമായും അക്ഷരപ്പിശക് കൂടാതെ മറ്റ് ഔദ്യോഗിക രേഖകളിൽ ഉള്ളത് പ്രകാരം പൂരിപ്പിക്കണം. അടുത്ത മേൽവിലാസമാണ് അഡ്രസ്സ്. ഈ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ കോളത്തിനകത്ത് നിലവിൽ ഉള്ള ടെമ്പററി അഡ്രസ്സ്, അതായത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൻ്റെ ഒരു കോളം ഉണ്ടാകാം. എല്ലാ അപേക്ഷകളിലും ഉണ്ടായി എന്ന് വരില്ല. ഇല്ലെങ്കിൽ പെർമനൻ്റ് അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു കോളമായിരിക്കും. അവിടെയാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായി താമസിക്കുന്ന അഡ്രസ്സ് എവിടെയാണോ
അത് കൊടുക്കണം. കാരണം നിങ്ങൾ താൽക്കാലിക വാടകയ്ക്ക് വേണ്ടി വന്നിട്ടുള്ള ഒരു സ്ഥലം ട്രാൻസ്ഫർ ഉദ്യോഗസ്ഥർക്ക് കിട്ടുമ്പോൾ അവർ ഒരു പുതിയ സ്ഥലത്ത് താമസം മാറി വരാം. അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ അഡ്രസ്സ് കാണിക്കാം. പക്ഷെ അത് ടെമ്പററി, താൽക്കാലികമായി കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള അഡ്രസ്സ് ആയിരിക്കണം. പെർമനൻ്റ് അഡ്രസ്സ് നിങ്ങൾ എവിടെയാണോ പെർമനൻ്റായിട്ട് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട വീട്, അത് കുടുംബ വീടാണെങ്കിൽ അവിടെ എവിടെയാണെങ്കിലും ഒരു പെർമനൻ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ അഡ്രസ്സുകളും കൃത്യമായിരിക്കണം. എസ്പെഷ്യലി പെർമനൻ്റ് അഡ്രസ്സ് എഴുതുമ്പോൾ ആ അഡ്രസ്സ് നമ്മുടെ ആധാർ കാർഡിലെ അഡ്രസ്സായിരുന്നാൽ അതാണെങ്കിൽ നിങ്ങൾ ആ അഡ്രസ്സ് ആധാർ കാർഡിൽ ഉള്ളതുപോലെ ഒരു വരി പോലും തെറ്റാതെ നിങ്ങൾ എഴുതണം. ചില ആളുകൾ അവരുടെ മനസ്സിൽ ചില മേൽവിലാസം സൂക്ഷിച്ചിട്ടിട്ടുണ്ട്. ആധാർ കാർഡിലെ മേൽവിലാസത്തിൽ ചില വരികൾ തെറ്റാം, ബിൽഡിംഗ് നമ്പർ തെറ്റാം, നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ലൈൻ തെറ്റാം, നമ്മുടെ പോസ്റ്റ് ഓഫീസ് തെറ്റാം. അപ്പോൾ ഇതെല്ലാം തന്നെ തെറ്റാതിരിക്കാൻ ഒന്നുകിൽ ആധാർ കാർഡിൽ നിങ്ങൾ കൃത്യമായും അപ്ഡേറ്റ് ചെയ്ത് ആ ആധാറിലെ അഡ്രസ്സ് ആയിരിക്കണം കുട്ടിയുടെ സ്കൂൾ അഡ്മിഷൻ രേഖയിൽ നിങ്ങൾ എഴുതാനുള്ളത്. ഞാൻ പറയുന്നത് ഈ അഡ്രസ്സ് തമ്മിൽ മാച്ച് ചെയ്യണം എന്നുള്ളതാണ്. അത് ആദ്യകാലത്തൊന്നും പ്രശ്നമാവില്ല, പിന്നീട് പ്രശ്നമാകും. ഒരു മേൽവിലാസം എല്ലാ രേഖകളിലും കൃത്യമായും മാറ്റി വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം, മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. പ്രധാനമായും നിങ്ങളുടെ SSLC ബുക്കൊന്ന് വെക്കൂ, അതിൽ അഡ്രസ്സ് മാറ്റാനൊന്നും നിങ്ങൾ പോകണ്ട. ആൾറെഡി ആ SSLC ബുക്ക് നമുക്ക് ഇഷ്യൂഡായാണ്, ഇനി അതിൽ നമ്മൾ മാറ്റണ്ട. നേരെ മറിച്ച് ആധാറിൽ നമുക്ക് മാറ്റാം, വോട്ടേഴ്സ് ID കാർഡിലെ അഡ്രസ്സിൽ നമുക്ക് മാറ്റം വരുത്താം. അതുപോലെ നമ്മൾ അഡ്രസ്സ് വേണമെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലിൽ നമുക്ക് മാറ്റാം, ഈ ലാൻഡ് ലൈനുള്ള ഫോൺ കണക്ഷനിൽ നമുക്ക് മാറ്റാം, വാട്ടർ ചാർജിലെ അഡ്രസ്സ് നമുക്ക് മാറ്റാം. ഇതെല്ലാം പിന്നെ അതേപോലെ ലോക്കൽ ബോഡി, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ ലോക്കൽ ബോഡികളിൽ നിങ്ങളുടെ അഡ്രസ്സ് മാറ്റാം. ഇതെല്ലാം ആധികാരികമായി നമ്മൾ മാറ്റേണ്ട രേഖകളാണ്. അവിടെയൊക്കെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് നാളെ ഒരു കാലത്ത് ഇതിനൊക്കെ തന്നെ രണ്ടും ഒന്നാം തീയതി സെയിം എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റിന് ഓടി നടക്കേണ്ടി വരില്ല. അതുപോലെ അവൻ്റെ ഭാവിക്ക് ഉതകുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ SSLC ബുക്കിൽ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ നമ്മൾ ചേർക്കുമ്പോഴോ 5ാം ക്ലാസ്സിൽ നമ്മൾ ചേർക്കുമ്പോഴോ അവിടുത്തെ അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ എക്സ്ട്രാക്റ്റ് നമുക്ക് വേണ്ടി വരുന്ന സന്ദർഭങ്ങളുണ്ട്. അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കുമ്പോൾ അതിലെ പേര്, നിങ്ങളുടെ പേര് വ്യത്യാസം വരാം, ഭാര്യയുടെ പേര് വ്യത്യാസം വരാം, മേൽവിലാസം വ്യത്യാസം വരാം. അങ്ങനെ വന്നാൽ അത് പിന്നീട് ഈ കുട്ടിയുടെ മറ്റ് പല ആവശ്യങ്ങൾ, എസ്പെഷ്യലി വിദേശത്ത് പോകുമ്പോൾ, പാസ്പോർട്ട് എടുക്കുമ്പോൾ, കോളേജ് അഡ്മിഷൻസ്, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അഡ്മിഷൻ, എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുമ്പോൾ, PSCക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, ഇൻഷുറൻസ് എടുക്കുമ്പോഴൊക്കെ തന്നെ ഈ വ്യത്യാസങ്ങൾ കുട്ടിക്ക് പലപ്പോഴും ദോഷം ചെയ്യും. അതുകൊണ്ട് വ്യത്യാസം വരാതിരിക്കാൻ ദയവ് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ കൈവശമുള്ള എല്ലാ രേഖകളും കറണ്ട് ആക്കുക. ദാറ്റ് മീൻസ് അപ്ഡേറ്റ് ആക്കുക. ഈ സ്കൂൾ അഡ്മിഷന് പോകുമ്പോഴും നിശ്ചയമായും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മറക്കാതെ നിങ്ങൾ എഴുതി ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിന് ഉതകുന്ന കൃത്യമായ ഉപദേശങ്ങളാണ് ഈ ചാനൽ നൽകാൻ